സനോജ് അതിലൊരു മറുപടി പറയാവുന്നതാണ്. ഒന്ന്, ഇപ്പോൾ ശ്രീ രാജു പി നായർ പറയുന്നത് മാത്രമല്ല, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത് പിണറായി വിജയന്റെ രാഷ്ട്രീയ ദുരുദ്ദേശങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് എം.ആർ. അജിത് കുമാർ എന്നുള്ളതാണ്. പിണറായി വിജയൻ തൻ്റെ ഒരു ടൂളാക്കി അല്ലെങ്കിൽ ഒരു ആയുധമാക്കി ഏജന്റാക്കി ഉപയോഗിക്കുന്ന ആൾ എന്ന രാഷ്ട്രീയമായ വിമർശനം നിരവധി നാളുകളായി നിരവധി വിഷയങ്ങളിൽ ഉന്നയിച്ചിരുന്നു. വളരെ രൂക്ഷമായ നിലയിലുള്ള ആരോപണം അക്കാര്യത്തിൽ എം.ആർ. അജിത് കുമാറിന് നേരെ അന്നത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ പ്രതിപക്ഷം ഭരണപക്ഷത്ത് വരുമ്പോൾ അദ്ദേഹത്തോട് എന്തെങ്കിലും ആനുകൂല്യം കാണിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അഭിലാഷേ, ഇവിടെ ഈ ഉദ്യോഗസ്ഥനെ മുൻനിർത്തി മാത്രമല്ല മറ്റു പല സംഭവങ്ങളെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് BJPയും കോൺഗ്രസും ഡീലാണ് എന്ന വ്യാപകമായിട്ടൊരു പ്രചാരവേല ഇവർ നടത്തിയിട്ടുണ്ട്. അതിൽ എം.ആർ. അജിത് കുമാറിൻ്റെ ആ RSS നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഉത്തരവാദിത്വവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് CPIM, അത് പിന്നെ അതിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി എല്ലാം ഏറ്റെടുക്കണം എന്നൊക്കെയുള്ള വ്യാപകമായ പ്രചരണമാണ്. അതൊക്കെ കള്ളപ്രചരണമായിരുന്നു. നമുക്ക് ആർക്കും അറിയാത്തത് എല്ലാം കള്ളപ്രചരണമായിരുന്നു. ഇനിയിപ്പം ഭരണം ഇവർക്ക് കിട്ടിയല്ലോ, ഇവർ തെളിയിക്കട്ടെ. ഇവർ എന്ത് തെളിയിക്കുമെന്നായി പറയുന്നത്? ഇതെല്ലാം ഭരണം ഇവരുടെ കയ്യിലുണ്ട്, ആഭ്യന്തര വകുപ്പുണ്ട് എന്നതുകൊണ്ട് കുറേ അന്വേഷണ ഉത്തരവിടും. നേരത്തെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറേ വൈകാരികമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ, ഇവരുടെ അണികളെ തന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയിട്ടുള്ള കുറേ ആരോപണങ്ങൾ, അതിനെല്ലാം പിന്നിലേക്ക് കുറേ അന്വേഷണമായി ബന്ധപ്പെട്ട് പോകും എന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ, ഇതിനേക്കാൾ വലിയ കള്ളപ്രചരണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ അത് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെതിരായിട്ട് നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും കണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കേണ്ടതില്ല. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ജനങ്ങളോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ട്, ഏതെങ്കിലും ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടി നോക്കണ്ട. അതിപ്പം രാജു പി നായർക്ക് KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ബോധ്യപ്പെടുത്താനും അവരെ തൃപ്തിപ്പെടുത്താനും അവരെ മുൻനിർത്തി നടത്തിയിട്ടുള്ള പ്രചരണത്തിന് ഒരു ആക്കം കൂട്ടാനൊക്കെ പല കാര്യങ്ങളോട് പറയേണ്ടി വരും. അതെല്ലാം അദ്ദേഹത്തിന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് അദ്ദേഹം പറയുന്നു എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ശരി.